ഹലോ, ഇത് സൂര്യയുടെ പടം. നമ്മള് സിംഗം പടം എന്നല്ല, ഇത് വെറൈറ്റി ആയിട്ട്. ഇത് ശരിക്കും 3D തന്നെ, കണ്ണിനൊക്കെ വെള്ളം വന്നു അതിന്റെ ഫൈറ്റും ഇതൊക്കെ കണ്ടപ്പോൾ. ഇത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല, പക്ഷെ വേറെ മൂഡ് കിടക്കാഴ്ചയുണ്ട്. ഇപ്പൊ തൂക്കും, ഈ പ്രാവശ്യം ഈ ഫിലിം തൂക്കും, താഴത്തേക്ക് പോവില്ല. ഇപ്പൊ 100 പോകും. അതിലൊരു സംശയമില്ല. സൂര്യ കിടക്കാഴ്ച. ഇത് പടം ഇപ്രാവശ്യം മാസമായിട്ടുണ്ട്. ഫൈറ്റും അതുപോലെ അതിന്റെ മേക്ക് ഓവർ ടീച്ചിയും ഒക്കെ കിടക്കാഴ്ചയായിട്ടുണ്ട്. സിനിമ പോരാ, ഇഷ്ടപ്പെട്ടില്ല. പടം നല്ല കട്ടക്കോറ പടം. വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടെക്നിക്കലി സൂപ്പറാണ്, വിഷ്വലി നല്ലതാണ്. സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടു. ആദ്യം ഒരു ലാഗ് ഉണ്ട്, അതാണ് നെഗറ്റീവ് വരുന്നത്. അതിന് പിന്നെ ബേസിൽ വരുന്നത്. സെക്കൻഡ് ഹാഫ് ഉയർന്നാണ്, പിന്നെ സ്റ്റണ്ടിൽ ഉയർന്നാണ്. ഒരു ആക്ഷൻ ഫാൻറ്റസി മൂവിയാണ്. ക്ലൈമാക്സിൽ സ്റ്റാർ വരുന്നുണ്ട്, അതാരും പറയുന്നില്ല, ഗോൾഡ് ടൈം ആണ്. ഇത് ഓസം മൂവി എന്ന് പറയാം. പിന്നെ കങ്കുവ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നല്ല ഫിലിമാണ്. സെക്കൻഡ് ഹാഫൊക്കെ നമ്മൾ തിയേറ്ററിലൊന്നും എക്സ്പീരിയൻസ് ആണല്ലോ. കൊള്ളില്ല, പടം കൊള്ളില്ല. കാരണം അതിനോടൊന്നുമില്ല പടത്തിൽ. സൂര്യ പറഞ്ഞുകൊണ്ട് ഈ സിനിമയിൽ വിഷ്വൽസ് കണ്ടിട്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവും. അങ്ങനെയൊക്കെ നമ്മൾ പല സിനിമയിലും കണ്ട അതേ സീൻസും അതേ മേക്കിങ്ങും എല്ലാം ഈ ഒരു സിനിമയൊക്കെ, ഈ ഒരു ബജറ്റൊക്കെ രാജമൗലിക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എങ്ങനെ ആ പടം ആകുമെന്ന് കാണാമായിരുന്നു. ഇത് ഒന്നിനും കൊള്ളില്ല പടം. സെക്കൻഡ് പാർട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയില്ല. കാരണം ഈ പടം സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ തന്നെ, ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഇൻ്റർവെൽ ആകുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് സെക്കൻഡ് ഒരു പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആ 3D എഫക്ട്സ് കുറച്ചും കൂടെ ബെറ്റർ ആവാനുണ്ട്. കത്തി കൊണ്ടുള്ള ഫൈറ്റ് എല്ലാം കൊണ്ട് തന്നെ സൂപ്പർ ആർക്ക്. നമ്മുടെ ബാലസാറിൻ്റെ അനിയനാണ് സൂര്യ സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആർക്ക് കാണാൻ പറ്റി. പിന്നെ കാർത്തി സാറുണ്ട്. പിന്നെ നടിമാരും കുറച്ച് ഓട്ടാണ്, കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിലേക്ക് സൂര്യണ്ണൻ തൂക്കി, പടം തൂക്കി. ഒരു തമിഴ്നാടുണ്ട് 100 കൂടി 3D ഉണ്ട്. ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ വയലൻസ് കുറച്ച് കൂടുതലാണ്. പിന്നെ പടത്തിൻ്റെ ഡ്യൂറേഷൻ കൂടുതൽ. പടം നല്ലവർക്ക്, മാസാർക്ക് പടം കണ്ടിപ്പാ തിയേറ്ററിൽ കാണണം. സെക്കൻഡ് ഹാഫും തൂക്കി എന്ന് തന്നെ പറയാം. സൂര്യൻ ക്ലൈമാക്സ് എൻഗേജിങ് ആണ്. ഹാപ്പി ആർക്ക് എല്ലാവരും കണ്ടിപ്പാ തിയേറ്ററിൽ വന്ന് ரொம்ப ആൾക്ക് കാണണം. വയലൻസ് ഉണ്ട്. 18 വയസ്സ് കഴിയാത്തവർക്ക് കുറച്ചുകൂടി മനസ്സിലാവില്ല. 18 വയസ്സ് കഴിഞ്ഞവർക്ക് മനസ്സിലാവും. സൂര്യനെ കാണാൻ പറ്റില്ല. വെറുതെ ഉണ്ണിക്കൂട്ടം കുറേ പേരെ കാണുന്നവരോട് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ദിലീപേട്ടനെ കാണാൻ പറ്റില്ല. മതി. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്. 2016 സൂര്യയുടെ അവസാനമായിട്ട് FTFS കാണാൻ പോകുന്നത്. അപ്പോൾ 24 ആണ്. അപ്പോൾ അതിനുശേഷം 8 വർഷത്തിന് ശേഷം കാണുകയെന്ന് വെച്ചാൽ ഭയങ്കര പ്രതീക്ഷയോടെ വന്നതാണ്. കാരണം സൂര്യയുടെ ആ ഒരു പ്രൊമോഷനിലൊക്കെ ആണെങ്കിൽ പുള്ളി അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് വന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷ എത്തിയിട്ടില്ല. പ്രതീക്ഷയ്ക്ക് എത്ര പടം വരുന്നിട്ടില്ല. ബാക്കിയുള്ള ന്യൂട്രൽ ഓഡിയൻസ് ഒക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. എത്രകാലം ഇത്ര ഒരു ഇതുകൾ വന്നുകൊണ്ട് ആ ഒരു എക്സ്പെക്ടേഷനിൽ എത്തിയിട്ടില്ല. കുറേ ബിഗ് ബഡ്ജറ്റ് പടമാണ്. കുറേ നല്ലോണം നന്നാക്കായിരുന്നു. കാരണം അതിനുള്ള ചോയ്സൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു. ആ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മേക്കിംഗ് കുറച്ചുകൂടെ നന്നാക്കിയായിരുന്നെങ്കിൽ നല്ല, ഇപ്പോൾ വേറെ വല്ല ഡയറക്ടറിൽ നല്ല പണിയറിയാവുന്നതിൻ്റെ കിട്ടിയായിരുന്നെങ്കിൽ നല്ലപോലെ ആക്കായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നില്ല ക്ലിക്കാവുന്നു. കാരണം കേരളത്തിൽ അത്ര ഓടാൻ ചാൻസ് കുറവാണ്. 2 കാലഘട്ടത്തിലും കാണിക്കുന്ന 2 ഫ്രെയിമുകളും ഭയങ്കര എന്താ പറയുക, അതേപോലെ ഹാപ്പി. നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു 250 രൂപയുടെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിക്ക് മേലെ പോയി സംഭവം. അതേപോലെ ഒരു ഹോളിവുഡ് മൂവി കണ്ട ഫീൽ അപ്പോൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുമയുണ്ട് ആ ഒരു ഇതിന്. എന്താ പറയുക, ഒരാളെ ഒരു ത്യാഗം, അത് സത്യം പറഞ്ഞാൽ ശരിക്കും സങ്കടമായിപ്പോയി. ആ പയ്യൻ്റെ അഭിനയം കൊള്ളാം. ലാസ്റ്റ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോൾ നന്നായിട്ടുണ്ട് സംഭവം. കങ്കുവ സിനിമ കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സൂര്യ എന്ന നടൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു നടനാണ്. കാരണം അദ്ദേഹത്തിന് ആ വേഷം ചെയ്യാൻ വേണ്ടി ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. അതിൻ്റെ ഒരു ഫലം കണ്ടെത്തി. നല്ലൊരു മൂവിയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് ബോബിഡിയോൾ. അദ്ദേഹം സോൾജിയർ, ഗുപ്തൊക്കെ നമ്മൾ കണ്ടാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ബോബിഡിയോൾ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, പിന്നെ കലാസംവിധാനം അടിപൊളിയാണ്. കലാസംവിധാനം, ഗാനങ്ങളാണെങ്കിലും BGM ആണെങ്കിലും ശിവസാറിൻ്റെ ഡയറക്ഷൻ എല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സൂര്യ ചെയ്യുന്ന വേഷങ്ങൾ നമ്മൾ കണ്ടേക്കണം. പിതാമഹൻ സിനിമയിലൊക്കെ അറിയാം. അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടറിനോട് നീതി പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ
ഇതിനകത്ത് ഇരട്ടവേഷമാണ് ചെയ്യുന്നത്. ആ 2 കഥാപാത്രത്തിനും വേണ്ടി നീതി പുലർത്തിയിട്ടുണ്ട്. ഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്തു. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. BGM ആണെങ്കിലും കലാസംവിധാനം, ഡയറക്ഷൻ എല്ലാം സൂപ്പർ. ശിവസാറ് പൊള്ളി. സൂര്യയുടെ അടിപൊളി മൂവി. ഇത് പ്രാവശ്യം കയറും കയറാൻ കിട്ടില്ല. പിന്നെ BGM പിന്നെ അതിൻ്റെ ആ ഫൈറ്റ് ഇത് ലെവൽ വേറെ. സൂര്യയുടെ ലെവല് സൂര്യ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് വേറെ ലെവൽ. സൂപ്പർ ഡൂപ്പർ ലെവൽ. സൂപ്പർ ഡൂപ്പർ പോലെ കിടക്കാച്ചതിൻ്റെ പടം. സൂര്യയുടെ ജീവിതത്തിലുള്ള വെറൈറ്റി പടമായിരുന്നത്. ഇപ്രാവശ്യം കയറും കിടക്കാച്ചത് നടക്കി കയറും. ഇത് ഒന്നുമില്ല. സൂര്യ 2 ഗെറ്റപ്പ് വെറൈറ്റി പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോൾ കണ്ണീനൊക്കെ വെള്ളം വന്നു. ആ സീൻസൊക്കെ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ വേണം പറയാം. കാരണം ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ ലാഗ് അടിച്ചിരുത്തിയ ഒരു ഫസ്റ്റ് ഹാഫ്. പിന്നെ ഇതിൽ സെക്കൻഡ് പാർട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള ഒരു തുടക്കത്തിൻ്റെ ഇതിലെ ഫസ്റ്റ് പാർട്ട് ഇത്ര ലാഗ് അടിച്ച് തുടങ്ങിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ ഈ പടത്തിൽ എടുത്തു പറയുന്നത്. പിന്നെ സൗണ്ടും കാര്യങ്ങളും BGM ഒക്കെ നല്ല കിടലായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പടത്തിൽ കഥ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഫീൽ ചെയ്തില്ല. കഥയുണ്ട്, പക്ഷേ ആ കഥ ഒരു ഇപ്പോൾ എങ്ങനെ പറയുക, 7ാം അറിവ് അങ്ങനത്തെ ഒരു സംഭവമില്ല. ആ ഒരു പടത്തിൻ്റെ ലെവലിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ ഒരു ലെവലേ വന്നിട്ടില്ല. എന്തായാലും പടം നിരാശ തന്നു. പടം തീർത്തും നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കാരണം സൂര്യയുടെ ഡബിൾ റോൾ ആകുമ്പം തന്നെ നമുക്ക് ഭയങ്കരമായ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പടത്തിൻ്റെ ആ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ എന്തായാലും ഉയർന്നിട്ടില്ല. VFX ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ആ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ചില 3D വർക്കുകൾ, ചില VFX വർക്കുകൾ എന്താ പറയുക, വളരെ ബോറായിട്ട് തന്നെയാണ് സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്തത്. അപ്പം ഒരു ആവറേജ് അനുഭവത്തിന് മുകളിലേക്ക് കങ്കുവ ഉയർന്നിട്ടില്ല എന്നാണ് അഭിപ്രായം. നന്നായിട്ടുണ്ട്. നല്ല മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. മ്യൂസിക് ആണെങ്കിലും നന്നായി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിന് കുറേ എൻട്രി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പാർട്ടോടെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും.